ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ മാസത്തെ ഫലമാണ് പറയുന്നത്. ജൂലൈ മാസത്തിൽ മീനൻ രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. മീനൻ രാശിക്കാർക്ക് ജന്മത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു, 2-ൽ ചൊവ്വ, 3-ൽ വ്യാഴൻ, 4-ൽ സൂര്യൻ ശുക്രൻ, 5-ൽ ബുധൻ, 7-ൽ കേതു, 12-ൽ ശനി, അതായത് 7 ശനി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യാഴം 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, അതും അനുകൂലമല്ല. സൂര്യചാരാവസ്ഥ നോക്കുമ്പോൾ കുറച്ച് അനുകൂലപരമായിട്ടുള്ളൊരു സമയമാണ് കാണുന്നത്. അത് കാരണം തന്നെ ആരോഗ്യ പ്രശ്നം കുറച്ച് ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ട് ശ്രദ്ധ വേണം. എന്തെങ്കിലും അസ്വസ്ഥത കാണുകയാണെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ സമീപിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തണമെന്ന് പറയുന്നത്. കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ഐക്യത കുറവ് വരുവാനുള്ള സാധ്യതയുണ്ട്. വാക്ക് തർക്കങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകളെല്ലാം വരുവാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ തരത്തിൽ പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം സന്താനങ്ങളെ വളരെ ശ്രദ്ധിച്ചും കൈകാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ ഒരു ആവശ്യമായിട്ടാണ് കണക്കാക്കുന്നത്. സഹോദരി സഹോദര ബന്ധം, സഹായ സംബന്ധം അതിന് വലിയൊരു കുഴപ്പമില്ല എന്നുള്ളതും കാണുന്നുണ്ട്. ഭവന നിർമ്മാണം, അതുപോലെ തന്നെ വാഹനം സംബന്ധമായിട്ടുള്ള എല്ലാവിധ വർക്കുകളും, വാഹന സംബന്ധമായിട്ടുള്ള ഹൈടെക് വാഹന സംബന്ധമായി 2 വീലർ തൊട്ട് വിമാനം വരെയുള്ള വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഗുണകരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. അതുപോലെ ഇരുമ്പ് സംബന്ധമായിട്ടുള്ള മേഖലയിലും സ്റ്റീൽ സംബന്ധമായിട്ടുള്ള മേഖലയിലും ഹൈടെക് മെഷീനറി സംബന്ധമായിട്ടുള്ള മേഖലയിലും അതുപോലെ ഹൈടെക് മേഖലയിലും ഐഫോൺ, അതുപോലെ തന്നെ ഫോൺ, അതായത് സ്മാർട്ട് ഫോണുകളുടെ ഇതിലും, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള മേഖല, ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള മേഖലകളിൽ ഉണർവ് കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. വസ്ത്ര മേഖലയിൽ പൊതുവെ ഉണർവ് കാണുന്നുണ്ട്. സ്വർണ്ണാഭരണ മേഖലയിൽ കുറച്ച് ഉണർവ് കുറവായിട്ടാണ് കാണുന്നത്. അതുപോലെ സിനിമാ രംഗത്ത് പ്രവർത്തകർക്ക് കുറച്ച് ഉണർവ് വരുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. അനുകൂലപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നടക്കുന്നവർ അത് കാര്യം സാധിച്ചെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. വില്ലേജ് തൊട്ട് സെക്രട്ടേറിയറ്റ് വരയ്ക്കുള്ള ബില്ലുകളെല്ലാം പാസ്സാക്കി വരുവാനുള്ള സാധ്യതകളുണ്ട്. കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നവർക്കും റെയിൽവേ സംബന്ധമായിട്ടുള്ള നടക്കുന്നവർക്കും വലിയ കുഴപ്പമില്ലാത്തൊരു മാസമാണ് ഈ മാസം വരുവാനുള്ളത്. സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധിയും വന്നിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ സംബന്ധമായിട്ട് ചില ജോലികളെല്ലാം തരപ്പെട്ടു വരുവാനും അത് പോകാനുള്ള സാധ്യതയെല്ലാം ഈ സമയത്ത് തന്നെ കാണുന്നുണ്ട്. അത് കുറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ വളരെ ഗുണകരമായിരിക്കും. കടബാധ്യതയിൽ നിന്നും കുറച്ച് രക്ഷപ്പെടുവാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. വരുമാന മാർഗം തെളിഞ്ഞു വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വരവിനനുസരിച്ച് ചെലവ് ഉണ്ടാവും. വരവ് തുല്യം എന്നുള്ള ലെവലാണ് ഈ മാസം കാണുന്നത്. എന്നിരുന്നാലും കുറച്ചൊരു സൂക്ഷ്മത കൈവരിച്ചു കഴിഞ്ഞാൽ വളരെ ഗുണകരം. ചെലവ് നിയന്ത്രിക്കുക വെച്ച് പറഞ്ഞാൽ നമ്മൾ സ്വയം നിയന്ത്രിക്കണം എന്നുള്ളത് പറയുന്നത്. വരവിനനുസരിച്ച് ചെലവ് കുറച്ച് മിച്ചപ്പെടുത്തുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും വലിയൊരു ദോഷഫലം ചെയ്യുന്ന ഒരു മാസമല്ല. ഗുണദോഷ മിശ്രിതത്തിൽ കുറച്ച് ഗുണകരമായിട്ടുള്ള ഒരു മാസം തന്നെയാണ് ഉള്ളത്. ശ്രദ്ധിച്ചു വരേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഇവർക്ക് മീനൻ രാശിക്കാർക്ക് 9 to 12, 9, 10, 11, 12 ഈ 4 ദിവസങ്ങൾ, ജൂലൈ 4 ദിവസങ്ങൾ അനുകൂല ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിലെല്ലാം നല്ല ശുഭകാര്യങ്ങളെല്ലാം ചെയ്യാം. അത് വിട്ട് കഴിഞ്ഞാൽ 19 to 26, 19, 20, 21, 22, 23, 24, 25, 26 8 ദിവസം, 19 to 8 ദിവസം വരയ്ക്കുള്ള കാര്യം ശുഭദിനങ്ങളായിട്ടാണ് കാണുന്നത്. നക്ഷത്ര വസാൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം പറ്റുന്ന പൂരോട്ട നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണു പ്രീതി, ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നീരാഞ്ജനം, നെയ്വിളക്ക് ശാസ്താവിങ്കൽ, അതുകൂടാതെ രേവ നക്ഷത്രക്കാർക്ക് ശ്രീരാമനിങ്കൽ അവൽ നിവേദ്യം, ഭാഗ്യസൂക്തം, മീനോട്ട് കർമ്മം, വെടിവഴിപാട് തന്നെ അങ്ങനെയുള്ള വഴിപാടെല്ലാം നടത്തിക്കഴിഞ്ഞാൽ വളരെ ഗുണകരമായിട്ടാണ്. നമസ്കാരം.